ശബരിമലയിൽ ഇന്ന് രാവിലെ മുതൽ നല്ല ഭക്തജന തിരക്കുണ്ട്. 75,000 പേർക്കാണ് ഇന്ന് ദർശനം കൊടുക്കുക. കാനനപാത വഴിയും ആയിരക്കണക്കിന് ഭക്തർ ശബരിമലയിലേക്ക് വരുന്നുണ്ട്. MG പ്രതീഷ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ശബരിമല സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, അതായത് ഈ 75,000 എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ദേവസ്വം ബോർഡിന് മാത്രമല്ല ജനങ്ങൾക്കൊരു ആശ്വാസമാണ്. അമിതമായി ഭക്തജനങ്ങളെ കടത്തിവിട്ട് അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവർക്കും ഇപ്പോൾ ഒരു കരുതലുണ്ട്. നമ്മുടെ നാട്ടിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഭക്തന്മാർക്ക് വളരെ സമാധാനത്തോടെ ദർശനം നടത്തി മടങ്ങിപ്പോവുകയും വേണം. പറയും. SKN, ഗുഡ് മോർണിംഗ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം തന്നെയാണ് ശബരിമല സന്നിധാനത്തുള്ളത്. ഈ നിലവിൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന തിരക്ക് മാത്രമേ ശബരിമല സന്നിധാനത്തുള്ളൂ. ഇന്നലത്തെ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് രാവിലെ നട തുറന്നത് മുതൽ വലിയ തീർത്ഥാടന തിരക്കുണ്ട്. പക്ഷേ നട തുറന്ന സമയമായതുകൊണ്ടാണ് അത്രത്തോളം ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഈ തിരക്കിന് വ്യത്യാസം ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ 75,000 തീർത്ഥാടകരാണ് ഇന്ന് ദർശനത്തിനായി എത്തുന്നത്. ഈ തിങ്കളാഴ്ച വരെയാണ് സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 5,000 തീർത്ഥാടകർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഇന്നലെ 75,000-ന് മുകളിൽ തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുണ്ട്. പക്ഷേ 80,000 എന്നുള്ള ആ ഒരു കൗണ്ട് കഴിഞ്ഞു പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി തീർത്ഥാടകരെ നിയന്ത്രിക്കാനുള്ള ഒരു ക്രമീകരണം ശബരിമലയിൽ ഉണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ ശബരിമല സന്നിധാനത്ത് കാണുന്ന തിരക്കാണിത്. ഈ ഫ്ലൈ ഓവറിലടക്കം തീർത്ഥാടകർ കാത്തു നിൽക്കുന്നുണ്ട്. നടപ്പന്തലിൽ ഉൾപ്പെടെ തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സാധാരണ ഈ മലയാളി തീർത്ഥാടകരെ അപേക്ഷിച്ച് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ് കൂടുതലും ഈ ദിവസങ്ങളിൽ ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ മറ്റ് പരാതികളൊന്നും തന്നെ തീർത്ഥാടകർ ഉന്നയിക്കുന്നില്ല. ഈ കാനനപാത വഴിയും തീർത്ഥാടകർ എത്തുന്നത് സജീവമായിട്ടുണ്ട്. 5,000 തീർത്ഥാടകരെയാണ് പ്രതിദിനം കാനനപാത വഴി കടത്തിവിടുന്നത്. ഈ സത്രത്തിലാണ് അതിനായുള്ള സ്പോട്ട് ബുക്കിങ്ങിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള ശബരിമല തീർത്ഥാടനമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഈ വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകർ എത്തുമെങ്കിലും അത് കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയും എന്നതാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിക്കുന്നത്. ഇന്നലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലുള്ള യോഗമൊക്കെ തന്നെ നടന്നിരുന്നു. കൃത്യമായി ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് തീർത്ഥാടക തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നതാണ് പോലീസും ദേവസ്വം ബോർഡും ഇപ്പോൾ അറിയിക്കുന്നത്. താങ്ക് യു, MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.